ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് വ്ളോഗായിപ്പോൾ 1 മിനിറ്റിന് മേലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് വന്നതാട്ടോ. വേദ എന്നാണ് കുട്ടിയുടെ പേര്. അങ്ങനെ പിന്നെ നമ്മൾ എവിടെ പോയാലും ആസ് യൂഷ്വൽ ലേറ്റ് ആണല്ലോ, എവിടെ എത്തുകയാണെങ്കിലും. അപ്പോൾ ഇവിടെ അതുപോലെ ലേറ്റായി. അപ്പോൾ നമുക്ക് വേണ്ടി ഇവർ കാത്തു നിൽക്കുകയായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്തിയ ഉടനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫാമിലി ടൈമായിട്ട് സ്പെൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിൽ വൈബിലായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഒരു കുട്ടിയാണ്, ഒരു ചേച്ചിയുടെ കുട്ടിയാണ്, 1 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ ഫാമിലിയുടെ സംസാരിച്ചതിന് ശേഷം വയറുന്ന വിളി തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫാമിലി ആദ്യം നമ്മൾ ലേഡീസ് ആയിരുന്നു ഫസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷമൊക്കെയാണ് ജെൻസൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതായിരുന്നു കേക്ക്, ബർത്ത്ഡേ കേക്ക്, അടിപൊളി പിസ്താച്ചോ കേക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡാൻസ് എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചപ്പോൾ അങ്ങനെ സൈഡായി. പിന്നെ ഇത് എല്ലാവരും കുറ്റം കുറവും പറഞ്ഞു കൊടുക്കൽ എല്ലാ ഫാമിലി ഗെറ്റ് ടുഗദറിൽ സ്വാഭാവികം. പിന്നെ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ബോയ്സൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അവരെ ഇങ്ങനെ സംസാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹലോ, നമ്മൾ സ്കാച്ച് കളിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ സ്റ്റാച്ചു കളിക്കാൻ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കുട്ടികളൊക്കെ വന്ന് വിളിക്കണേ സ്റ്റാച്ചു കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാച്ചു കളിക്കാൻ പോയി, വെറുതെ ഇരിക്കാണല്ലോ, അപ്പോൾ കളിക്കാൻ പോയി. അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മീനു എന്നോട് ചലഞ്ച് പറഞ്ഞത് അവളെ എടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ എടുത്തപ്പോഴാണ് മനസ്സിലായത് എനിക്കും സാധിക്കില്ല എന്ന്. പിന്നെ കേശുവിനെ എടുക്കാൻ നോക്കി, സെയിം മീനുവിനെ പോലെ തന്നെയായിരുന്നു, അവനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ശരിയല്ല ഗൈസ്. എല്ലാ സാധനങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. കറാട്ട മുതൽ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറാട്ടയാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ റൂമിൽ പെട്ട അവസ്ഥയായിരുന്നു. ഇന്ന് നമ്മൾ ഡാൻസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഡാൻസ് കളിക്കാമെന്ന് ചോദിക്കുമായിരുന്നു 2 കുട്ടികൾ. അപ്പോൾ പിന്നെ പാവങ്ങളല്ലേ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഡാൻസൊക്കെ എടുക്കാൻ നിന്നു. പക്ഷെ അത് ഫ്ലോപ്പായി. ഇനി നമുക്ക് മീനായിട്ടൊരു സ്വീറ്റസ്റ്റ് പാട്ട് കേൾക്കാം. മാവേ കഥ കേട്ട് മെല്ലെ നീ പൂട്ട് മാനിൻ ചൂടിൽ ഉണങ്ങ് ഉണങ്ങ് പൊന്നെ കരയാതെ ഓമൈ ചിരിയോടെ പൊന്നെ കരയാതെ വളരെ വളരെ അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോയി. കുറേ പേർക്ക് പോയിട്ടോ, കുറേ ഫാമിലീസൊക്കെ പോയി. പിന്നെ ഫുഡൊക്കെ പാഴ്സൽ ചെയ്യണം. കുറേ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് കൊടുക്കാം കേട്ടോ.
എല്ലാവരും പോയതിന് ശേഷം മീനു ഗിഫ്റ്റൊക്കെ നോക്കുകയാണ്. ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ എല്ലാവരും പോകുന്ന തിരക്കിലപ്പോൾ അൺബോക്സ് ചെയ്തില്ല. നമ്മൾ പോയതിന് ശേഷമൊക്കെയാണ് അൺബോക്സ് ചെയ്തത്. ഇതൊക്കെ അടിയാ, എല്ലാം അടിയാ. യൂട്യൂബില് വേണ്ട വെൽക്കം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരുടെ ചാനൽ? മായ മനസ ചാനൽ. മായ മനസ ചാനൽ. ഇതൊക്കെ ഞാൻ അയച്ചു കൊടുക്കൂട്ടോ മീനു. ഇതൊക്കെ ഞാൻ അയച്ചു കൊടുക്കൂട്ടോ. ഞാൻ അയച്ചു കൊടുക്കും. വേണം വേണം ഞാൻ അയച്ചു കൊടുക്കും. സോറി ഗൈസ്, വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. ഉറക്കത്തിലായിരുന്നു. സമയം 12:45 രാത്രി. അപ്പോൾ എല്ലാവരും പോയി ഒരു അടിപൊളി കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനും ഫാമിലി ഗെറ്റ് ടുഗെദർ ആയിരുന്നു. ബൈ ഗൈസ്.